ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ പൊന്നു മിനസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പം പഴം വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം പഴമേ ഇഷ്ടമല്ല, ഞാൻ പഴം കഴിക്കത്തില്ല എന്നുള്ള കുട്ടികൾക്ക് ഈ ഡിഷ് സൂപ്പറായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എന്താണ് ഇന്നത്തെ ഡിഷ് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യമായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ പഴമാണ് കേട്ടോ. നമ്മൾ 2 പഴം എടുത്തിട്ടുണ്ട്. ഏത്തപ്പഴമാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞു വയ്ക്കാം. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ തേങ്ങയാണ് കേട്ടോ. തേങ്ങ അധികം എടുക്കണ്ട, അധികം തേങ്ങ എടുത്ത് കഴിഞ്ഞാൽ തേങ്ങ മാത്രമേ കടിക്കാൻ കാണുള്ളൂ. അപ്പോൾ നമുക്ക് ഇച്ചിരി പഴമായിരിക്കണം കൂടുതലായിട്ട് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ തേങ്ങ കുറച്ച് മതി. അടുത്തത് പഞ്ചസാരയാണ് കേട്ടോ. പഴത്തിൻ്റെ മധുരം അനുസരിച്ച് പഞ്ചസാര എടുത്താൽ മതി, പിന്നെ നമുക്ക് വേണ്ടതനുസരിച്ച് എടുത്താൽ മതി. ഞാനിവിടെ ഒരു 1-2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. അടുത്തതായിട്ട് കുറച്ച് നെയ്യും കൂടി വേണം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ആ ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കാം. ഓക്കെ, ഗ്യാസ് ഓണാക്കിയതിന് ശേഷം പാൻ ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. പാൻ ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നെയ്യ് നല്ല ഇണക്ക് ഉരുകി വരട്ടെ. നെയ്യ് ഉരുകി വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ നെയ്യും ഈ തേങ്ങയും കൂടി നല്ല ഇണക്കൊന്ന് ഇളക്കിയെടുക്കാം. നെയ്യ് നമ്മൾ മുഴുവനായിട്ട് ചേർത്തിട്ടില്ല കേട്ടോ, കുറച്ചേ എടുത്തിട്ടുള്ളൂ. കാര്യം നമുക്ക് ഇനിയും നെയ്യിൻ്റെ ആവശ്യമുണ്ട്. ഇതൊന്ന് ചെറിയ ബ്രൗൺ കളറിലായി വരട്ടെ. ചെറിയ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയും നമ്മൾ മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ, ഇനിയും ആവശ്യം വരും. അങ്ങനെ ഉരയുന്ന തവികളിൽ നിന്ന് മാറ്റി തടിത്തവയിലേക്ക് നമുക്ക് മാറ്റാം. ഇല്ലെങ്കിൽ അത് ഉരഞ്ഞ് നോൺ സ്റ്റിക്കിൻ്റെ ആ ഒരു കവറിങ് ഇളകാനുള്ള ചാൻസ് കൂടുതലാണ്. കണ്ടില്ലേ ഇപ്പോൾ ഒരു ബ്രൗൺ കളറായത്? അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം കുറച്ച് നെയ്യ് എടുക്കാം. ബാക്കി നെയ്യുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ പഴം ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പഴമൊന്ന് നല്ലതുപോലെ വെന്ത് വരുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം. അത് ഇതുപോലെ വെന്ത് വരുമ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ കുഴച്ചെടുക്കാം. നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കാം. ഇതുപോലെ അടി പിടിക്കാതെ വരുന്ന രീതിയിലായി വരണം. ഇപ്പം കണ്ടില്ലേ നമ്മുടെ പഴത്തിൻ്റെ പരുവം? ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ തേങ്ങ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അത് രണ്ടും ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു പരുവമാകുമ്പോൾ ബാക്കിയിരുന്ന ആ പഞ്ചസാര കൂടി നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലത്തെ പരുവത്തിലായി നമുക്ക് കിട്ടും കേട്ടോ. ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ. ഇത് കണ്ടില്ലേ, എവിടെ ഒട്ടിപ്പിടിക്കാതെ മുഴുവൻ ഇതിൽ തന്നെ കിട്ടിയത്. കുറച്ച് നെയ്യ് കൂടി നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് നമുക്കിനി ഈ പാത്രത്തിലേക്ക് മാറ്റണം. ഇത് നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ട് കുറച്ച് നേരം നമ്മൾ ഒരു പരന്ന പാത്രത്തിൽ വെച്ച് പരത്തി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുളിയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹലുവയായിട്ട് കഴിക്കാം. ഇത് ഉരുട്ടി എടുത്ത് കഴിഞ്ഞാൽ ലഡുവായിട്ടും കഴിക്കാം. ഇപ്പോൾ നമ്മളിത് ലഡു ആക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഇത് കൊണ്ടുവന്നിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ, നമുക്കൊന്ന് ഉരുട്ടി എടുക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ഗീ എടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ വെച്ച ഗീ തന്നെയാണ്, നമ്മൾ വേറെ ഗീയേ എടുത്തിട്ടില്ല, ആ ഗീ തന്നെയാണ് എടുത്തത്. പിന്നെ ദാണ്ടെ കുറച്ച് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, വേറെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ദാണ്ടെ നമ്മൾ ആ ഗീ കണ്ടില്ലേ, നമ്മൾ ആദ്യമേ തേങ്ങ വറുക്കാൻ ആ ഗീ എടുത്തു, പിന്നെ ഇത് ഉണ്ടാക്കാൻ ആ ഗീ എടുത്തു. ഇപ്പോൾ ഇത് ഉരുട്ടാൻ തന്നെ ഈ ഗീ എടുക്കാൻ.
ഗീയൊക്കെ കൈ തടവിയിട്ട് ഇട്ടുകയാണെങ്കിൽ കയ്യിലൊന്നും പറ്റാതെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം പഞ്ചസാരയുടെ അളവൊക്കെ ഗീയുടെ അളവ് ഒക്കെ നിങ്ങൾക്ക് കുറയ്ക്കാം. അപ്പം എടുക്കുന്ന പഴത്തിൻ്റെ അളവനുസരിച്ചിരിക്കും. ഡയബറ്റീസ് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യണമെന്നില്ല, പഴത്തിന് തന്നെ അത്യാവശ്യം മധുരം കാണും കേട്ടോ. അപ്പം ഇത് ഇങ്ങനെ നമ്മളിങ്ങനെ പരത്തി വെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂട് പോകാനാണ് കേട്ടോ. ഗ്യാസിൽ നിന്ന് എടുത്ത ആ ഒരു ചൂടിൽ തന്നെ നമുക്ക് അങ്ങനെ ഉരുട്ടിയെടുക്കേണ്ട കാര്യം നമുക്ക് കൈ കൊള്ളും, അതുകൊണ്ടാണ്. അപ്പം അതിന് നമുക്ക് എന്താ പറയുന്നത്, ഗീ ഉണ്ടല്ലോ, ഗീ എടുത്ത് കയ്യിലോട്ടൊന്ന് തടവാം. കയ്യിലൊന്ന് തടവാം, കൈ മൊത്തത്തിലൊന്ന് തടവി കൊടുക്കാം. ദാ നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്, ഇച്ചിരി എടുക്കാല്ലേ, അത്യാവശ്യം വലിപ്പമുള്ള ബോൾസ് ആയിട്ട് എടുക്കാം. ദാ കണ്ടില്ലേ നമ്മുടെ ലഡു കണ്ടില്ലേ. അപ്പോൾ ഈ ലഡുവിൻ്റെ മുകളിൽ നമുക്ക് ക്യാഷ്യൂനട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഹൗ ഈസ് ഇറ്റ്? ജസ്റ്റ് ബ്യൂട്ടിഫുൾ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ തേങ്ങ ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ്യൂനട്ട് സ്കിപ്പ് ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾക്ക് ഗീ മാറ്റിയിട്ട് പാമലിൻ എടുക്കാം, അത് നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ വെളിച്ചെണ്ണ എടുക്കാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പം ഇത് തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. പഴത്തിൻ്റെ പഴം റെഡിയാക്കുന്ന മാത്രം ഇത് വെച്ച് ചെയ്യണമെന്നല്ലോ. ഗീ ഈ പഴത്തിന് ഇത് ഉണ്ടാക്കുന്നത് തന്നെ നമുക്ക് ഗീ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഗീ ആഡ് ചെയ്യാതിരിക്കുന്നത് ഇല്ല എന്നുള്ളവർക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ആഡ് ചെയ്ത് നമുക്ക് റെഡിയാക്കാം കേട്ടോ. അപ്പം ഇതുപോലെ നമുക്ക് ഇതേപോലെ കണ്ടോ, ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും റെഡിയാക്കാം. ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഗീ ആഡ് ചെയ്യാതിരിക്കുന്നത് ഇല്ല എന്നുള്ളവർക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ആഡ് ചെയ്ത് നമുക്ക് റെഡിയാക്കാം കേട്ടോ. അപ്പം ഇതുപോലെ നമുക്ക് ഇതേപോലെ കണ്ടോ, ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും റെഡിയാക്കാം. അപ്പോൾ ഗൈസ് നമ്മളത് മൊത്തം ലഡു ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 പഴം കൊണ്ട് 10 ലഡു നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ലഡു ഇവിടെ എല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കൂ ഗൈസ്, അടിപൊളിയല്ലേ. നോക്ക്, നല്ല ഫുള്ള് നമ്മൾ ഇതുപോലെ ഉരുട്ടി മേളിൽ ക്യാഷ്യൂനട്ടൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം നോക്കാം കേട്ടോ. നല്ല രസമല്ലേ, നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റിയാണ് കേട്ടോ. കഴിക്കുന്നു പറഞ്ഞാൽ ശരിയല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇറ്റ്സ് മീ അനമിക സൈനിങ് ഓഫ്. ബൈ.